2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ 3 കളികളിലും സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് താരം സഞ്ജു സാംസൺ കളിച്ചത്. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് വിക്കറ്റ് കീപ്പർ ആകാൻ BCCIയുടെ അനുമതി ലഭിക്കാതെ വന്നതാണ് വെറും ഒരു ബാറ്റർ മാത്രമായി കളിക്കാൻ സഞ്ജുവിനെ നിർബന്ധിതനാക്കിയത്. സഞ്ജു പൂർണ്ണമായും ലഭ്യമാകാതെ വന്നതോടെ റിയാൻ പരാഗിനെ ആദ്യ 3 മത്സരങ്ങൾക്കുള്ള ടീമിന്റെ നായകനായി രാജസ്ഥാൻ റോയൽസ് നിയമിക്കുകയും ചെയ്തു. 2025 സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ 3 മത്സരങ്ങൾ കഴിഞ്ഞു. അടുത്ത കളിയിൽ സഞ്ജു ടീമിന്റെ നായക സ്ഥാനത്തേക്ക് വരുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇതിനായി BCCIയുടെ ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിക്കേണ്ടതുണ്ട്. വിക്കറ്റ് കീപ്പർ ആകാനുള്ള അനുമതി BCCIയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ സഞ്ജു അടുത്ത കളിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസിയിലേക്കും തിരിച്ചെത്തൂ. അനുമതിക്കായി BCCIയുടെ സെന്റർ ഓഫ് എക്സലൻസിലേക്ക് പോയിരിക്കുകയാണ് സഞ്ജു. ഗുവാഹത്തിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നടന്ന മത്സരത്തിന് ശേഷമാണ് ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസിലേക്ക് സഞ്ജു പോയിട്ടുള്ളത്. അവിടെ നിന്ന് വിക്കറ്റ് കീപ്പർ ആകുന്നതിനുള്ള ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റനായും സഞ്ജു തിരിച്ചെത്തും. നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരത്തിനിടെയായിരുന്നു സഞ്ജു സാംസന്റെ വിരലിന് പരിക്കേറ്റത്. ഇതേ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് താരം വിധേയനാവുകയും ചെയ്തു. വിരലിനേറ്റ പരിക്കിൽ നിന്ന് സഞ്ജു പൂർണ്ണമായും സുഖപ്പെട്ടു എന്നാണ് വിവരം. ഈ സീസണിലെ ആദ്യ 3 കളികളിലും ബാറ്റർ മാത്രമായി കളിച്ച സഞ്ജു ആകെ 99 റൺസ് നേടിയിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ കളിയിൽ 66 റൺസ് സ്കോർ ചെയ്ത സഞ്ജു രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 13 റൺസിൽ വീണു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ 3-ാം മത്സരത്തിൽ 20 റൺസ് നേടിയാണ് സഞ്ജു പുറത്തായത്. IPL അത്ര മികച്ച തുടക്കമല്ല ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടും രണ്ടാമത്തെ കളിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും തോറ്റു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നടന്ന 3-ാം മത്സരത്തിലാണ് റോയൽസ് ആദ്യ ജയം നേടിയത്. തുടർച്ചയായ 2 തോൽവികൾക്ക് ശേഷം നേടിയ ഈ ജയം രാജസ്ഥാൻ റോയൽസിന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. ആദ്യ ജയത്തോടെ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് രക്ഷപ്പെടുകയും ചെയ്തു. റോയൽസ് ബാറ്റിംഗ് ഓർഡറിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കളിച്ചത്. ആദ്യ കളികളിൽ ടീമിന്റെ 3-ാം നമ്പറിൽ കളിച്ച റിയാൻ പരാഗിനെ 4-ാം നമ്പറിലേക്ക് മാറ്റിയ രാജസ്ഥാൻ നിതീഷ് റാണയ്ക്ക് 3-ാം നമ്പറിലേക്ക് പ്രൊമോഷൻ നൽകി. ഈ നീക്കം വൻ വിജയമാകുന്നതും രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിന് പിന്നിലെ സുപ്രധാന ഘടകമാകുന്നതുമാണ് പിന്നീട് ഗുവാഹത്തിയിൽ കണ്ടത്. 3-ാം നമ്പറിലേക്കുള്ള പ്രൊമോഷൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ച നിതീഷ് റാണ കിടിലൻ ഇന്നിംഗ്സോടെ CSKക്കെതിരായ കളിയിൽ ടീമിന്റെ ടോപ്പ് സ്കോറർ ആവുകയായിരുന്നു. യശസ്വി ജയ്സാൾ ഇന്നിംഗ്സിന്റെ 3-ാം പന്തിൽ പുറത്തായതിനാൽ ആദ്യ ഓവറിൽ തന്നെ നിതീഷ് റാണയ്ക്ക് ക്രീസിലെത്തേണ്ടി വന്നു. തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ച നിതീഷ് റാണ വെറും 36 പന്തുകളിൽ 10 ഫോറുകളും 5 സിക്സറുകളും സഹിതം 81 റൺസാണ് ഈ മത്സരത്തിൽ നേടിയത്. റോയൽസിന്റെ അടുത്ത മത്സരം ഏപ്രിൽ 5-ാം തീയതിയാണ്. പഞ്ചാബ് കിങ്സ് ആണ് എതിരാളികൾ. ഇതിനുശേഷം ഏപ്രിൽ 9-ന് അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കളിക്കുന്ന രാജസ്ഥാൻ 13-ന് ജയ്പൂരിൽ RCBക്കെതിരെയും ഇറങ്ങും.